ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ 4 മാർക്കിന് WH ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, എന്താണ് ഫ്രെയിം ഫോർ അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ 4 WH ക്വസ്റ്റ്യൻ. എന്ത് WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വാട്ട്, വേർ, വെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെൻറ്റൻസിന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. പല കുട്ടികൾക്കും ഇതൊരു ചെയ്ത് അറിയാത്തതുകൊണ്ട്, എന്നെ എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ ഒരു പാസേജ് 1-2 സെൻറ്റൻസ് ഞാൻ വായിക്കാം. And he felt it is his duty to explain to his traveling companions that the poor woman was to be pitied. ഓക്കെ, പിറ്റീഡ് അയാളെ പുവർ വുമൺ ആണ്, ഒരു സഹതാപം തോന്നണം എന്നുള്ള കാര്യം പറഞ്ഞു. The war was taking away from her their only son, a boy of 20 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ചോദ്യം, നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഈ പാസേജ് വായിച്ചിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ്, ആൻഡ് ഈ ഫെൽറ്റ് ഇറ്റ് ഇസ് ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ ടു ഹിസ് ട്രാവലിംഗ് കമ്പാനിയൻസ് ദാറ്റ് ദ പുവർ വുമൺ വാസ് ടു ബി പിറ്റീഡ് വെച്ചിട്ട് ചോദ്യം ഉണ്ടായിക്കൂടെ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാക്കാം, വൈ വാസ് ദ പുവർ വുമൺ ടു ബി പിറ്റീഡ്? എന്തുകൊണ്ടാണ് ഈ പാവം സ്ത്രീയോട് നമുക്ക് സഹതാപം തോന്നേണ്ട ആവശ്യം? ചോദിക്കാം. അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാം, ദ വാർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ ദെയർ ഓൺലി സൺ, എ ബോയ് ഓഫ് 20. അപ്പോൾ ചെക്കൻ്റെ പ്രായം എന്തായിരുന്നു ഈ പാസേജ് വായിച്ച ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമായിട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹൗ ഓൾഡ് വാസ് ദ സൺ അല്ലേ? അല്ല, വാട്ട് വാസ് ദി WH ടെക്നിക്കലി വരണമെങ്കിൽ വാട്ട് വാസ് ദി ഏജ് ഓഫ് ദി സൺ. കഴിഞ്ഞു. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാം, കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്ട്, വെന്ന്, വൈ ഒക്കെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, വേർ ഡിഡ് ദേ ബ്രേക്ക് അപ്പ് ദിയർ ഹോം ടു ഫോളോ ദിയർ സൺ? വാട്ട് ഡിഡ് ദ വയർ ഫ്രം ദിയർ സൺ സേ? അല്ലെ, വൈ ഡിഡ് ഹി ഡു ദാറ്റ്? അപ്പം പല ചോദ്യങ്ങളും ഇവിടുന്ന് കിട്ടും. എന്ത് വേണേ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചോദ്യം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പാസേജ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. വാട്ട്, വെൻ, വൈ, വേർ വെച്ചിട്ട് ഈസി ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കിട്ടും. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്ട്, വേർ, വൈ, വെൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ കാണിക്കുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് നോക്കുക. ഓക്കെ, ഇതിൽ ഹൗ എന്നുള്ള വെച്ചത് നിങ്ങൾ മാക്സിമം WH തന്നെ വെച്ച് ആക്കാൻ നോക്കുക. അത് ഹൗ എന്ന് എഴുതിയോണ്ട് മാർക്കൊന്നും പോകാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ പറയുകയാണ്. ഡിഡ് എന്നുള്ളതും അങ്ങനെ ആക്കാൻ നോക്കുക. അപ്പം ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് കൺട്രി ഇംപവറിഷ് ദി ആഫ്രിക്കൻ സോയിൽ? അപ്പോൾ അതെന്ത് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഹൗ മാറ്റി നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം, വൈ ഡിഡ് ദ സ്പീക്കേഴ്സ് കൺട്രി ഇംപവറിഷ് എന്നാക്കാം അല്ലേ? അപ്പോൾ ആ പാസേജിന് എന്ത് വേണം ചോദിക്കാം. ആ പാസേജിന് ഉത്തരം ഉണ്ടായാൽ മതി ബേസിക്കലി. Why did they use his people as cannon fodder? When did the speaker start looking through the free paper? പിന്നെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇവർ പറയുന്നുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഒന്നില്ല യെസ് അല്ലെ നോ ആയിരിക്കണം. അപ്പം അത് WH വേണ്ട കേട്ടോ. അപ്പോൾ അത് ഇതിൽ WH വേണ്ട. ഡിഡ് എ ന്യൂ അഡ്വർടൈസ്മെന്റ് ക്യാച്ചസ് ആയി? അപ്പോൾ യെസ് ഓർ നോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചോദിക്കുക. ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ നോക്കണ്ട, ക്വസ്റ്റ്യൻ മാത്രം ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ വായിക്കുക. ചിലപ്പോൾ 4 അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് എന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ WH ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാക്കുക മാക്സിമം. ഓക്കെ, പിന്നെ ഹൗ എന്ന് ഉപയോഗിക്കാം, പക്ഷേ അത് പ്രിഫറബിളി വേണ്ട. WH തന്നെ വെച്ചിട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ മാക്സിമം അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വാട്ട്, വെന്ന്, വേറെ, വൈ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ആൻസർ ഒന്ന് നോക്കുക. പരീക്ഷയിൽ വന്നാൽ വൃത്തിക്ക് കൊണ്ട് എഴുതി വെക്കണം. ഇതിൽ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ആ പാസേജ് വായിച്ച ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ വെച്ച് WH വെച്ചിട്ട് ഉണ്ടാക്കുക. മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ചെയ്ത് വെക്കണം. 4 മാർക്ക് വെറുതെ കളയരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.